ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ മനസ്സിലാക്കാം. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ. തേങ്ങലോ എന്നാണോ തേങ്ങയോ എന്നാടാ? തേങ്ങയോന്നല്ലേ? നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് നമ്മുടെ സിനിമാ ഗാനങ്ങളുടെ ഒരു ഗുണം. ഏത് സന്ദർഭത്തിനും പറ്റിയ പാട്ടുകളുണ്ടാവും. തേങ്ങലെന്നാണോ തേങ്ങയോ? ആ തേങ്ങയാണ്, വായിൽ തേങ്ങയാണ്. അതിലൊരു പാട്ടാണ് ഞാൻ ഈ പാടിയ പാട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ, ഇത് ഞാൻ വെറും ഒരു പെണ്ണിനോട് ചോദിക്കുന്നതല്ല, ഇതൊരാളോട്, അതായത് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരോടാണ് എൻ്റെ ഈ ചോദ്യം. എന്താണ് മാഡം ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഉരിയാടാതെ നിൽക്കുന്നത്, ഇങ്ങനെ മൗനം പൂണ്ടിരിക്കുന്നത്? മാഡം പെൺപുലിയല്ലേ? പുലിയല്ലേ? സിംഗമാണ് സിംഗം. എവിടെ സ്ത്രീകൾക്കെതിരെ അക്രമം ഉണ്ടാവുന്നോ, എവിടെ സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം ഉണ്ടാവുന്നോ, അപ്പോഴെല്ലാം അങ്കക്കലി പൂണ്ട് വടക്കൻ പാട്ടിലെ ഉണ്ണിയാർച്ചയായി മാടൻ ഉറുമിയെടുത്ത് ഉറഞ്ഞു തുള്ളാറുണ്ടല്ലോ. ഇപ്പോൾ ഒരുത്തൻ മാഡത്തിൻ്റെ പേര് പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് ഇതുവരെ ഒരു തുള്ളലും കണ്ടില്ല, തള്ളലും കണ്ടില്ല, തള്ളി മറിക്കലും ഞങ്ങൾ കണ്ടില്ല. മാഡം അറിഞ്ഞു കാണും, അറിയാതിരിക്കില്ല. ടി വിയിൽ വാർത്ത കാണുന്ന ആളല്ലേ, എല്ലാ ദിവസവും രാവിലെ ഒരു പത്രമല്ല പല പത്രങ്ങൾ വായിക്കുന്ന ആളല്ലേ. ഇനി അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം മഞ്ജു മാഡം. വടകരയിലെ തിരഞ്ഞെടുപ്പിൽ LDF വർഗീയത പ്രചരിപ്പിച്ചെന്നും സ്ത്രീകൾക്കെതിരെ ലൈംഗിക പരാമർശങ്ങൾ നടത്തിയെന്നും ആരോപിച്ച UDF അവിടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നു. നേതാക്കൾ പ്രസംഗിക്കുന്നു, അണികൾ ആവേശം കൊണ്ട് ചിരിക്കുന്നു, ചലിക്കുന്നു. ഇവിടെ വലിയ നേതാക്കളുടെ വലിപ്പമില്ലാത്ത ഒരു ചെറു നേതാവ്, പ്രായത്തിൽ മാഡത്തിൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ള നമ്മുടെ മുൻ മന്ത്രി ശൈലജ ടീച്ചറെ ലൈംഗികമായി അധിക്ഷേപിക്കുന്നു. മാഡത്തിൻ്റെ പേരെടുത്തു പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. ശൈലജ ടീച്ചറിനെ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ കേട്ടില്ലെന്ന് നടിക്കാം, അല്ലേ? സ്വാഭാവികമായിട്ട് അതിൻ്റെ വിഷയകാര്യങ്ങളെല്ലാം ജനങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞതാണ്. അത്ര അപരാധം അതിലില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല അയാൾ മാഡത്തിനെ കുറിച്ച് പറഞ്ഞത്. മഞ്ജു വാര്യരുടെ ഫോൺ വീഡിയോ ഉണ്ടെങ്കിൽ അതും ജനം ആസ്വദിക്കും. പറഞ്ഞത് തന്തയില്ലായ്മ തന്നെയാണല്ലേ. എന്നാൽ ആ മൊയന്ത് പറഞ്ഞ് കേട്ടിട്ട് മാഡത്തിന് കേട്ടിട്ട് ഒരു നാണവും തോന്നുന്നില്ല. സത്യമായിട്ട് ഒരു ഉളുപ്പ് തോന്നുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ട്. പെണ്ണായി പറഞ്ഞ ആർക്കും അത് കേട്ട് സ്വാഭാവികമായിട്ട് നാണം തോന്നും. സാമൂഹ്യ മാധ്യമങ്ങൾ പരസ്യം ചെയ്ത് സ്വന്തം ശരീരം വിൽക്കുന്ന നക്ഷത്ര അക്കനും തെരുവിൽ വിലപേശി അവസാനം നിവർത്തിയില്ലാതെ കിട്ടുന്ന വിലയ്ക്ക് ശരീരം വിൽക്കുന്ന നാട്ടുപെണ്ണിനും ആ വാക്കുകൾ കേട്ടാൽ കുറച്ച് ഓക്കാനമൊക്കെ വരും. അത് പറഞ്ഞവൻ്റെ ചെവിക്കല്ല് തല്ലിപ്പൊളിക്കും. നല്ല പെണ്ണുങ്ങളാണ്. അതിന് പറ്റിയില്ലെങ്കിൽ തണ്ടും തടിയുള്ള ഒരു കസ്റ്റമറിന് വെറുതെ എങ്കിലും ഒന്ന് കിടന്നു കൊടുത്തിട്ട് അവനെ കൊണ്ടിട്ട് തല്ലെങ്കിലും തല്ലിക്കും. അതിന് പറ്റിയില്ലെങ്കിൽ FBയിൽ ഒരു പോസ്റ്റെങ്കിലും എഴുതിക്കും, ഇല്ലേ? അതൊന്നും ഉണ്ടായില്ല. അതൊക്കെ എന്തോ ആവട്ടെ. മാഡം അതൊന്നും ചെയ്യുകയല്ല മാഡം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മാഡത്തിൻ്റെ തലയിൽ ഒരു സംഭവം ഇരിപ്പുണ്ട്. അതായത് ഞാൻ ലേഡീസ് സൂപ്പർ സ്റ്റാറാണ്, എല്ലാവരും അങ്ങനെ സെറ്റപ്പ് മാഡത്തിൻ്റെ തലയിൽ ഇരിക്കുകയാണ്. അത് മറ്റുള്ളവർ വിളിക്കുന്നത് കേട്ടിട്ട് ഒരു രോമാഞ്ച കുപ്പായി അണിഞ്ഞിട്ട് കാര്യമില്ല. മാഡം പൊങ്ങി ആ രോമാഞ്ച കുപ്പായത്തിലെ രോമ ഇടയ്ക്കിടയ്ക്ക് താഴും. എനിക്കറിയണം. എനിക്ക് മാത്രമല്ല, ഈ നാട്ടിൽ ഓരോ പെണ്ണിനും ഓരോ ആണിനും അറിയാനുള്ള അവകാശമുണ്ട്. കാരണം മാഡം ഈ വിഷയത്തിൽ വാ തുറന്നിട്ടില്ല, വാ പൊളിച്ചിട്ടില്ല. സ്വന്തം സ്ത്രീത്വത്തെ ഒരു വർഷലൻ ഇങ്ങനെ പച്ചയായി അധിക്ഷേപിച്ചിട്ട് ഒരു വാക്കുകൊണ്ട് നിങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നില്ലെങ്കിൽ പറയണം മാഡം, നിങ്ങൾ നല്ലൊരു നടിയാണ്. ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമല്ല, ക്യാമറയ്ക്ക് പിന്നിലും നിങ്ങൾ അഭിനയിക്കുകയാണ്. വേഷം മാറി ചായം തേക്കുമ്പോൾ മാത്രമല്ല നിങ്ങൾ അഭിനയിക്കുന്നതെന്ന്, വേഷവും ചായവും അഴിച്ചു വച്ചാലും നിങ്ങൾ അഭിനയിക്കുക തന്നെയാണ്. കാരണം കഥകൾ ഇനിയും ചരിത്രങ്ങൾ വരാനുണ്ടല്ലോ മാഡം. മൗനം വെടിയണം, ഇല്ലെങ്കിൽ കഥകൾ വീണ്ടും വീണ്ടും ജനം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു വഷളൻ്റെ വഷളത്തരം കേട്ട് വേദിയിലിരുന്ന് ചിരിച്ച എല്ലാ അവന്മാർക്കും എൻ്റെ നല്ല നമസ്കാരം. ഹര ഹരോ ഹരിഹര.